കേരളം ആര് ഭരിക്കും എന്ന റിസൾട്ട് വരാൻ ഇനിയും ഏതാനും മണിക്കൂറുകൾ മാത്രം. നാളെ രാവിലെ 8 മണിക്ക് തുടങ്ങി ഒരു 12 മണിയോടുകൂടി കൃത്യമായ പിക്ചർ നമുക്ക് മുമ്പിൽ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഇനിയും 18 മണിക്കൂർ മാത്രം അടുത്ത 5 വർഷം കേരളം എങ്ങനെ പോകുമെന്നറിയാൻ. യഥാർത്ഥത്തിൽ 2 തരമുള്ള ആൾക്കാരെ കേരളത്തിലുള്ളൂ. ഒന്ന് കോൺഗ്രസ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും, 2 CPM ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന CPM-കാരും BJP-കാരും. അതിലൊന്നാണ് സ്വാമി ചിദാനന്ദപുരിജി. അദ്ദേഹം ഒരുപാട് അറിവുള്ള അദ്വൈതിയായ പണ്ഡിതനായ സന്യാസിയാണ്. RSS-നോടും BJP-യോടും അടുത്ത് നിൽക്കുന്ന, അവരോട് ആശയപരമായി പ്രത്യയശാസ്ത്രപരമായി അനുഭവമുള്ള വ്യക്തിയാണ് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ഇന്ത്യൻ എക്സ്പ്രസിലെ ഇന്റർവ്യൂ വളരെ വായിക്കേണ്ടതാണ്. ഓരോ BJP RSS-കാരനെയും മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. 3ാം തവണയും പിണറായി തന്നെ അധികാരത്തിൽ വരണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് അദ്ദേഹം തുറന്നു പറയുന്നത് അദ്ദേഹത്തെ പ്രശംസിക്കേണ്ട ഒരു കാര്യമാണ്. അത് രാഷ്ട്രീയ സത്യസന്ധതയാണ്, അതിൽ യാതൊരു തെറ്റുമില്ല. അദ്ദേഹം പറയുന്നത് BJP കേരളം ഭരിക്കണമെങ്കിൽ 3ാം തവണയും ഇടതുമുന്നണി തന്നെ അധികാരത്തിൽ വരണം. പ്രക്ഷോഭങ്ങളാണ് CPM-ന്റെ കരുത്ത്. തുടർച്ചയായ ഭരണം കരുത്തു ചോർത്തു. അതായത് ഒരു വശത്ത് തുടർച്ചയായി ഭരിച്ചാൽ CPM-ന്റെ കരുത്തു ചോരുകയും, മറുവശത്ത് അധികാരത്തിൽ ഇല്ലെങ്കിൽ കോൺഗ്രസിന്റെ കരുത്തു ചോരുകയും മറ്റും ചെയ്യും. ഇതിന്റെ പിന്നിലെ മറ്റൊരു താല്പര്യം മുസ്ലിം ലീഗ് അധികാരത്തിൽ വരരുത് എന്നുള്ളതാണ്. മുസ്ലിം ലീഗ്, ക്രിസ്ത്യൻ സമൂഹം, ഇവർക്ക് മേൽക്കൈയാണ് എപ്പോഴും UDF വരുമ്പോൾ ഉണ്ടാകുക, അല്ലെങ്കിൽ നല്ല പ്രാതിനിധ്യ സ്വഭാവം ഉണ്ടാകും. അങ്ങനെയുള്ളവർ വരരുതെന്ന് ആഗ്രഹിക്കുകയും, വിശിഷ്യ അതുകൊണ്ടാണ് കേരളത്തിൽ വളരെ ചെറുതു മാത്രമായ ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനത്തിന്റെ പേരെടുത്തു വെച്ച് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ഇനി ആഭ്യന്തരം ഭരിക്കുക, അല്ലെങ്കിൽ ഇനി മാറാട് സംഭവിക്കുന്നതൊക്കെ പച്ചക്കള്ളങ്ങളും ശുദ്ധ വർഗീയതയും അല്ലെങ്കിൽ അശുദ്ധ വർഗീയതയും പറയുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത്. ശ്രീ വെള്ളാപ്പള്ളി നരേശൻ സാറിനെ പോലുള്ള ആൾക്കാർ ഇപ്പോഴേ സ്ട്രെസ് ബിൽഡ് ചെയ്യുകയാണ്. അതായത് മുസ്ലിം സമൂഹത്തിനും മുസ്ലിം ലീഗിനും കഴിയുന്നത്ര കാര്യങ്ങൾ കിട്ടരുത്. ഈ തെറ്റായ മനോഭാവമാണ് BJP RSS-ലെയും അല്ലെങ്കിൽ അവരോട് അടുത്ത് നിൽക്കുന്ന ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളുടെയും പ്രശ്നം. ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും കിട്ടണമെന്നല്ല ആഗ്രഹിക്കുന്നത്, മുസ്ലിങ്ങൾക്കൊന്നും കിട്ടരുതെന്നാണ്. ഹിന്ദുക്കൾക്ക് നല്ലത് വരണമെന്നല്ല ആഗ്രഹിക്കുന്നത്, മുസ്ലിങ്ങൾക്ക് ചീത്ത വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഹിന്ദുക്കൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, മുസ്ലിങ്ങൾക്ക് കിട്ടരുത് എന്ന് പറയുന്ന ഈ തെറ്റായ മനോഭാവമാണ് ഇവരെ നയിക്കുന്നത്. ചിദാനന്ദപുരിജി ഞാൻ കാണുമ്പോൾ വളരെ ആദരിക്കുന്ന, അദ്ദേഹത്തെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചയും പോസിറ്റീവായ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ശ്രീരാമൻ മാംസം കഴിക്കുമായിരുന്നു എന്നുള്ള സത്യം വളച്ചു കെട്ടാതെ, എന്താ പറയണേ, വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് ശരിയാക്കാതെ വളരെ സത്യസന്ധമായി പറയുന്ന ആളാണ് ചിദാനന്ദപുരി സ്വാമിജി. അപ്പൊ അതുകൊണ്ടാണ് രാഷ്ട്രീയ സത്യസന്ധതയും അദ്ദേഹം കാണിക്കുന്നത്. അദ്ദേഹം BJP-യോടും RSS-നോടും ചേർന്ന് നിൽക്കുന്നതാണ്. പക്ഷെ ഈ ചിന്ത തെറ്റാണ്. അതായത് കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ 50 മുതൽ 55% വരെ ഹിന്ദു സമൂഹം, 27 മുതൽ 29% വരെ മുസ്ലിം സമൂഹം, 17 മുതൽ 19% വരെ ക്രിസ്ത്യൻ സമൂഹം. എല്ലാവരും സാമുദായികമായി തന്നെ ഒന്നുമല്ല വോട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് വലിയൊരു മതേതര കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ കാൻഡിഡേറ്റ്സിനെ നോക്കി വോട്ട് ചെയ്യുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്, അതിനൊന്നും ഒരു സംശയവുമില്ല. എന്നാൽ പൊതുവെ ജാതി മത ഇക്വേഷൻ ഇങ്ങനെയാണ്. ഇതിൽ ഹിന്ദു സമൂഹത്തിൽ 12 മുതൽ 15% വരെ നായർ അടങ്ങിയ സവർണ ഹിന്ദു സമൂഹം, 26 മുതൽ 28-30% വരെ OBC ആയ ഹിന്ദു സമൂഹം, പ്രധാനമായിട്ട് അതിൽ ഈഴവ സമൂഹമാണുള്ളത്. ധീവരയുണ്ട്, അതിനകത്ത് നമ്മുടെ വിശ്വകർമ്മ സമൂഹം, അവരടക്കമുള്ള സമൂഹങ്ങളുണ്ട്. അതേപോലെ പിന്നെ SC/ST വിഭാഗങ്ങൾ, അങ്ങനെ ഒരു 50-55% ഉള്ളത്. അപ്പോ ഹിന്ദു സമൂഹത്തിന്, വിശ്വാസികൾക്ക് ദൈവവിശ്വാസം, ആത്മീയത, സാംസ്കാരിക ബോധം ഇതൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സെന്റർ റൈറ്റ് ഹിന്ദു സർക്കാർ വരണമെന്ന് ആഗ്രഹിക്കുന്നതിന് പകരം ഇടതുപക്ഷം വരണമെന്ന് ആഗ്രഹിക്കുന്നതിന്റെ ലോജിക്ക് എന്ന് പറയുന്നത്, അങ്ങനെ വരുമ്പോൾ കോൺഗ്രസും തകരും, CPM-ഉം തകരും, എന്തെങ്കിലും BJP-ക്ക് അധികാരത്തിൽ കയറാനാണ്. ഈ തെറ്റായ ചിന്തയാണ് സ്വാമിജി നമ്മുടെ നാട്ടിലെ പ്രശ്നം. അതായത് മകൻ മരിച്ചാലും കുഴപ്പമില്ല, നമ്മുടെ മരുമോളുടെ കണ്ണീര് കാണാമല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു ലോജിക്ക് തെറ്റാണ്. നേരെ തിരിച്ച് പണ്ട് ലീഡർ K കരുണാകരൻ ഉയർത്തിയതുപോലെ ഹിന്ദു പ്ലസ് ക്രിസ്ത്യൻ പ്ലസ് മുസ്ലിം എന്നൊരു സമവാക്യത്തിലൂടെ വരണമെന്നാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ചിദാനന്ദപുരിജിയുടെ ആഗ്രഹം നടക്കുമോ? സ്വാമിജിയുടെ ആഗ്രഹം നടക്കുമോ? അതോ കേരളത്തിലെ ഒരു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഇക്വേഷനിൽ അധികാരം ഉണ്ടാകുമോ? നാളെ കാത്തിരുന്ന് കാണാം. ശ്രീ പിണറായി വിജയൻ തലസ്ഥാനത്തില്ല എന്നാണ് പറയുന്നത്, അറിയില്ല. അപ്പൊ എന്തായാലും CPM പ്ലസ് BJP ഇൻറ്റു കോൺഗ്രസ് എന്നൊരു ഇക്വേഷൻ നാളെ ഫോം ചെയ്യുമോ? കോൺഗ്രസ് ജയിക്കുമോ? 75 സീറ്റ് കിട്ടിയാണോ ജയിക്കുന്നത്? അറിയില്ല. ഞാൻ എന്തായാലും ഡൽഹിക്ക് പോവുകയാണ്. അർണബ് ഗോസ്വാമിയുടെ കൂടാണ് എൻ്റെ ഇലക്ഷൻ ദിവസം. അപ്പൊ എല്ലാം നിങ്ങളെ എന്തായാലും കാണാം. ഒരുപക്ഷെ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ ഇടുന്നത്. ആരാണെങ്കിലും നന്നായി ഭരിക്കട്ടെ. എൻ്റെ ആഗ്രഹം തുറന്നു പറയുകയാണ്, കോൺഗ്രസ് അടക്കമുള്ള UDF വരണമെന്നാണ്. കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസുകളും ക്രിസ്ത്യൻ വിഭാഗത്തിന് റെപ്രസെന്റേഷനുമുള്ള UDF വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. സ്വാമിജിയുടെ ആഗ്രഹം നേരെ തിരിച്ചാണ്. ശ്രീ പിണറായി വിജയൻ അവർ വരണമെന്നാണ്. ആരുടെ ആഗ്രഹത്തിന് ദൈവം പച്ചക്കൊടി കാട്ടുമെന്ന് അറിയില്ല. ജനങ്ങളും ദൈവങ്ങളും, അല്ലെങ്കിൽ ജനങ്ങളും നമ്മുടെ ഈശ്വര ചൈതന്യവും നാളെ തീരുമാനിക്കട്ടെ. ജാഹിദ്.